ഞങ്ങൾ ആരംഭിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചാലും. ഞാൻ മേരിയെ സ്നേഹിക്കുന്നത് സീരിയസ് ആയിട്ടാണ്. കാണാനെങ്ങനെ സുന്ദരി? ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? കാണാതെയാണ് ഒരു പെൺകുട്ടിയെ പ്രേമിക്കണേ? ഒരു കിസ് കൂടെ. കാണാതെങ്ങനെയാ? ശബ്ദം മാത്രമല്ലേ കേട്ടുള്ളൂ. മനസ്സിലായി. സുന്ദരിയാണോന്ന് അറിയാനല്ലേ? ഷാരി മേരി രണ്ടുപേരും ഉണ്ടല്ലോ. നമുക്കിന്നൊരു ദീപേ, സ്നേഹം കിട്ടാതെ വിതുമ്പി നിന്ന ഞാൻ അതിനായി ഇറങ്ങി ഓടി. ഏതാ സോഫിയുടെ ഐ ഡി? എനിക്ക് ഐഡിയ ഇല്ല. അതെന്താ ഐ ഡി ഇല്ലാത്ത? ഇൻസ്റ്റഗ്രാമിലുണ്ടോ? എന്റെ സൈസ് ഒപ്പിച്ചൊന്നും ഇറങ്ങിയിട്ടുണ്ടോ? ഒടുവിൽ ഞാൻ നിന്നെ കണ്ടെത്തി. ഐ ലവ് യു. പ്രേമം തുടങ്ങാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. പക്ഷെ ഇതുപോലെ അസ്ഥിക്ക് പിടിക്കണേന് കാര്യമായിട്ടൊരു കാരണം വേണം. ഈ പറഞ്ഞതിന് മാത്രം എന്താണ് ഇതുവരെ പറഞ്ഞതിലൊന്നുമില്ല. അതുണ്ടായത് പിന്നീട്. ഞാൻ വിചാരിച്ചു പ്രേമം കിട്ടുകെന്നോ ഞാൻ നിരീക്ഷിച്ചു. കാമുകിയെന്നൊന്നില്ലെന്നോ നീ സ്വരൂപിച്ചു. അനുരാഗ പൂക്കളെന്നോ നീ തെളിയിച്ചു. ഈ ജന്മം നിന്നെ കാണുന്ന മുന്നിലുണ്ടെന്നോ കളനവധി. കൊല്ലം കുറെ ആയല്ലോ മാത്തൂട്ടി ഇങ്ങനെ തോട്ടം നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്നേ വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? അതെന്താ? എല്ലാവരും എന്നെ കാണുമ്പോ തിരിഞ്ഞേക്കും. ഇതേപോലത്തെ കുറെ വെറുപ്പിക്കലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ദൈവം. സാറിന് പ്രേമൊന്നും ഇല്ലായിരുന്നോ? എന്താ ചേട്ടാ ഈ പെമ്പിളാർക്കൊക്കെ എന്നെ കാണുമ്പോ ഇത്ര ആവേശം? ഞാൻ അത്രയ്ക്ക് സുന്ദരനാണോ? അജേട്ടൻ എത്ര പ്രേമം ഉണ്ടായിരുന്നു? ഈടെ പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയ ഒന്നിലും നമ്മളെ ഒന്നും പെടില്ലല്ലോ അല്ലേ? ഏതെങ്കിലും ഒരുത്തി തലയെ തൂങ്ങുമെന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അപ്പൊ ചാടിക്കളയും. പിന്നെ വേറൊന്ന്. സോ ഹലോ ഗൈസ്, യു ആർ വാച്ചിങ് ഇഫ്രാസ് ഗെയിമിംഗ്. മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രേമം പൊട്ടിമുളയ്ക്കുന്നത് ബിജിഎംഐ ലോബികളിൽ നിന്നാണെന്ന് ധരിച്ചിരിക്കുന്ന കാമുകി കാമുകന്മാരെ ഒരു ചോദ്യോത്തര ഭംഗി, അതായത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ബയോയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ മെൻഷൻ ചെയ്തിട്ടിരിക്കുന്ന നിങ്ങളുടെ മൈനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? ഐ മീൻ അവന്റെ വീടോ നാടോ ഊരോ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയില്ല. ഇവിടെ നിന്റെ ആരാന്നാ പറഞ്ഞേ? മൈ ലവ് അല്ലേ? സോ ഗായ്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷനെ പറ്റിയാണ്. ഐ മീൻ ഇൻ ഗെയിം റിലേഷനെ പറ്റി. ചിരിക്കാറായിട്ടില്ല. ചിരിക്കാനുള്ള പല സംഭവങ്ങളും പിന്നാലെ വരുന്നുണ്ട്. ഇവരുടെ അഗാധവും തീവ്രവുമായ പ്രണയം നടക്കുന്നത് പാർക്കിലോ ബീച്ചിലോ അല്ല, മറിച്ച് ഇൻ ഗെയിം ട്രെയിനിങ് ഗ്രൗണ്ടുകളിലാണ്. ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാത്ത ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ ഏതെങ്കിലും മൂലയിൽ ചെന്നിട്ട് സ്ക്രീൻഷോട്ടും വീഡിയോയും എടുത്ത് ഇൻസ്റ്റഗ്രാമിലെ ഒരു പാട്ടും കയറ്റി സ്റ്റോറി ഇട്ട് വെറുപ്പിക്കലാണ് ഇവരുടെ പ്രധാന ഹോബി. അത് ഇപ്പോഴും ഒരു ചുരുളഴിയാത്ത രഹസ്യമാണ്. പക്ഷേ ഈ ഒരു കലാരൂപത്തെ റീമെൻഷൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇവിടെ ആൾക്കാരുണ്ട്. ഇതൊക്കെ മാസാന്നാണ് ഇവരുടെ വിചാരം. പക്ഷെ കാണുന്ന ബാക്കിയുള്ള 80% വ്യൂവേഴ്സിന്റെ അവസ്ഥയെന്ന് പറയുന്നത് എന്റെ കയ്യിലെങ്ങാനും ഇപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറേ, കിട്ടിയാ ഞാൻ അടിച്ചോണ്ട കാരണം. ഇത്തരത്തിലുള്ള ഇൻ ഗെയിം റിലേഷൻഷിപ്പ് ഗെയിമിന് നല്ലതാണെന്ന് മനസ്സിലാക്കിയ ക്രാഫ്റ്റോൺ പോലും ഈവൻസ് ഇല്ലാത്ത ഈവൻസ് വഴി ഇത്തരക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഈ കപ്പിൾസിന്റെ ഇടയിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു വിവാഹമാണ് ഫിൽട്ടർ ഗേൾസ്. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ഇവരുടെ മെയിൻ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് തന്നെ ഇൻസ്റ്റഗ്രാമിലെ ഫിൽറ്റേഴ്സും മുഖത്തൊരു മാസ്കുമാണ്. ഈ മാസ്ക് ഇടുന്നത് വഴി താപ്പോട്ടുള്ള വൃത്തികേടാണെങ്കിൽ ആരും കാണത്തുമില്ല. പക്ഷേ ബാക്കി വിശേഷിക്കുന്ന ഇവരുടെ ഈ കണ്ണൻ തലയും കണ്ടിട്ടാണ് ഇവിടെയുള്ള ബിജിഎംഐ കലിപ്പന്മാർ ഈ കാന്താരികളുടെ പിറകെ പ്രപ്പോസ് ചെയ്യാൻ നടക്കുന്നത്. സുന്ദരിയാവുന്നത് ഒരു പ്രശ്നമാണോ ചേച്ചി? ഇതിന്റെയൊക്കെ ഒരു ഫിൽറ്റർ ഇല്ലാത്ത ഫോട്ടോ കണ്ടാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇവന്മാർക്കുള്ളൂ. പക്ഷെ സഹിക്കില്ല, പെറ്റതള്ള സഹിക്കില്ല. എന്തൊരു രൂപയെന്നറിയാമോ എന്റെ ദൈവമേ. അങ്ങനെ ഈ ലൈറ്റിന്റെ സ്റ്റാൻഡ് ഇല്ലേ, അതുപോലൊരു സാധനം, അതിനകത്തൊരു വലിയ ഉടുപ്പെടുത്തിട്ട് അങ്ങനെ ഇരിക്കും.
അങ്ങനെ ഒരു സാധനം ഇങ്ങനെ വളഞ്ഞിങ്ങനെ നിൽക്കും. അയ്യോ സൈക്കിളെന്ന് എൻ്റെ ഫോട്ടോ ഉണ്ട് കാണിച്ചത്. ബട്ട് സ്റ്റിൽ ഇത് അപ്സെറ്റ് ചെയ്യാൻ നമ്മുടെ കലിപ്പന്മാർ തയ്യാറാകില്ല. കാരണം ഈ ഫിൽറ്റേർഡ് ഫോട്ടോ കാണുന്നതാണ് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ. കോഴി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കാണുന്ന പെമ്പിളാരുടെ എല്ലാം പിറകെ ഫ്ലേറ്റ് ചെയ്ത് നടക്കുന്ന ചില ആപ്പൂപ്പ കോഴികളാണെന്ന്. എന്നാൽ അതല്ല. ഗേൾസ് യൂട്യൂബേഴ്സ് മുതൽ ഇന്നലെ BGM ഇൻസ്റ്റാൾ വരെ ചെയ്തൊരു പെൺപിള്ളാരുടെ ഫ്രണ്ട് ലിസ്റ്റിലും അവരുടെ കോൺടാക്ട് ലിസ്റ്റിലും ഇൻസ്റ്റാഗ്രാം ഐഡികളിലുമുള്ള അൾട്രാ ലെജൻഡ് പ്രോമാക്സ് അരുണിമ, അവന്തിക, ഗായത്രി, സ്നേഹ, കാവ്യ, അതുല്യ, പ്രവീണ, അക്ഷര, അനുപമ, അഖില, ദേവി, അലീന, നിത്യ, നിവേദ, ഇത് എല്ലാ പെണ്ണുങ്ങളുടെയും പേരുണ്ടല്ലോടാ. ഇതെന്തുവാടാ ഹാജർ ബുക്കോ? ഇതൊരു തൊഴിലായിട്ട് കാണാതിരുന്നാ മതി. നമുക്ക് എന്താണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവന്മാരാണ് ഇവിടുത്തെ മെയിൻ കുഴപ്പക്കാരെന്ന്. പക്ഷെ ഒന്നുമല്ല. ഇതെന്താടി ഇത്? ഞാൻ ഇന്നലെ രാത്രി അയച്ച മെസ്സേജ് എന്റെ മനസ്സായത്. നിന്റെ മനസ്സാണല്ലേ? അപ്പൊ ഇതോ പറയടി. ഇതെങ്ങനെ അത്ഭുതം. ഒന്നെ തന്നാലുണ്ടല്ലോ അവിടെ അത്ഭുതം. എടി ഇന്നലെ രാത്രി നീ എന്റെ കൂട്ടുകാരനായിട്ട് മെസ്സേജ് ചെയ്ത് സെയിം ടൈമിൽ എനിക്ക് അവൻ ഒരേ മെസ്സേജ്. ഇതുപോലുള്ള കുറെ അവളന്മാര് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ദയവ് ചെയ്ത് സൂക്ഷിക്കുക. ഇനിയിപ്പോ അങ്ങോട്ട് പോകാൻ പറ്റില്ല. വേറെ ആരെങ്കിലും പിടിക്കാം. അവനെ 2 ലവുണ്ട്. ചതിയൻ വഞ്ചകൻ. ഇവിടെയൊക്കെ എടുക്കുന്ന 2 സ്ട്രേഞ്ചേഴ്സ് 1-2 ഗെയിം ഒന്നിച്ച് കളിച്ച് പെട്ടെന്നുണ്ടാകുന്ന ഒരു ക്രഷിന്റെ പേരിൽ ഒരു റിലേഷനിൽ ഏർപ്പെടുന്നു. നേരിട്ട് കാണാതെ എന്ത് പ്രേമം? തേങ്ങ കൊല. ഇവർ പരസ്പരം കണ്ടിട്ടില്ല, ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല, ആരാണെന്ന് അറിയില്ല, എന്താണെന്ന് അറിയില്ല. പക്ഷെ ട്രൂ ലബാണ്. ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഗെയിമും ഒരു സ്മാർട്ട് ഫോണുമാണ്. ഇവർ പരസ്പരം ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ഫീലിങ്സ് എന്താണെന്നോ റിയൽ ക്യാരക്ടർ എന്താണെന്നോ എന്ന് പോലും ഇവർക്കറിയില്ല. പിന്നെ ഇവരുടെ റിലേഷൻ മുൻപോട്ട് പോകുന്നത് ഇവർ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോറീസിലും ഇൻ ഗെയിം ഇൻസിഡന്റിലും. ഇത്തരത്തിൽ ഓൺലൈൻ ക്ലാസിന്റെ ഒഴിവ് സമയങ്ങളിലും ട്രെയിനിങ് ഗ്രൗണ്ടിലൂടെയും പ്രണയിച്ച് നടക്കുന്ന നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. വെറും ഒരു ഇൻസ്റ്റാഗ്രാം ബ്ലോക്കിലും BGM അൺഫ്രണ്ടിലും അവസാനിക്കുന്നത് മാത്രമാണ് ഇൻ ഗെയിം റിലേഷൻ. കാലത്ത് എഴുന്നേറ്റ് ഓരോരുത്തർമാർ വരും. അമ്മ സുന്ദരിയാണ്, പെങ്ങള് ചരക്കാണ്, അച്ചാച്ചൻ അമ്മാമേനെ കൊണ്ടുപോകും. എക്സാക്ട്ലി. മുമ്പ് കാലങ്ങളിൽ അധികം കാണാത്തതും എന്നാൽ ഈയിടെയായി അധികം കൂടിക്കൂടി വരുന്ന മറ്റൊരു കലാരൂപമാണ് ഈ ഫേക്ക് ഐഡന്റിറ്റി അഥവാ ഗേൾസ് ക്യാമ്പ്. വികാരമൂത്ത് അവൾ പറഞ്ഞതും കേട്ട് പൈസ അയച്ചു കൊടുത്ത് അക്കൗണ്ടിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് അവൾ ബ്ലോക്ക് ചെയ്ത് പോയപ്പോഴാണ് അറിയുന്നത് ഇത് സ്കാമാണ്. എന്റെ പേരെന്താ? ഇന്ദുജൻ. ഇവൻ തട്ടിപ്പാ സാറേ. ഇവൻ എന്നോട് ഇന്ദു എന്നാ പേര് പറഞ്ഞു. ഇന്ദു എന്ന് കേട്ടപ്പോ നീ പെണ്ണാന്ന് വിചാരിച്ചു അല്ലടാ? അതെ സാർ. ഈ കിളിനാഥത്തിന്റെ ഉടമയെ കണ്ടപ്പോ എന്ത് തോന്നി? ഞെട്ടിപ്പോയി സാർ. ഞെട്ടും. ഇതുപോലുള്ള സ്കാമുകളിൽ ചെന്ന് വീണാൽ പുറത്തു പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രം അധികം ആരും അറിയപ്പെടാതെ പോകുന്നു. അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇരം കലാപരിപാടിയാണല്ലോ. ഉള്ള യൂട്യൂബേഴ്സ്മാരെ എല്ലാം പിടിച്ച് മെൻഷൻ കുത്തിയിട്ട് യൂട്യൂബേഴ്സ് ചേട്ടാ അക്കൗണ്ട് എടുത്ത് തരുവോ? അവൻ നിന്നെ കുറെ നാളായിട്ട് മൂഞ്ചിച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അല്ലേലും ഇവനെ പോലുള്ള കാവറയ്ക്കൾ ഇതിലൊക്കെ പോയി വീഴുള്ളൂ. അപ്പൊ ആ പ്രതീക്ഷ ഇതുപോലുള്ള ഫേക്ക് ഐഡന്റിറ്റികൾ വെച്ച് ഗേൾസ് ക്ലാനിലും കയറി പറ്റുന്നവന്മാര് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. നീ എന്താ ഈ കോലത്തില്? വേറെ നിവർത്തില്ലായിരുന്നു വിഷ്ണു. ഇതെങ്ങനെ ശരിയാവും? അതൊന്നും നീ അറിയണ്ട വിഷ്ണു. ഈ കൂട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് മെൻഷൻ ചെയ്യുക. പറ്റുന്ന രീതിയിൽ മാക്സിമം നിങ്ങൾ അറിയാവുന്ന BGM കളിക്കുന്ന പ്ലേയേഴ്സിലേക്കോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കോ ഒന്ന് ഷെയർ ചെയ്യുക. ഞാനിങ്ങനെ പറഞ്ഞെന്നൊക്കെ കരുതി നിങ്ങളുടെ കലാപരിപാടികൾ നിർത്താനോ റൊമാൻസ് മതിയാക്കാനോ പറ്റിയോ ചിന്തിക്കുകയോ ചെയ്യരുത്. കാരണം നിങ്ങളെപ്പോലുള്ളവർ ഉള്ളത് കൊണ്ടാണ് എന്നെപ്പോലുള്ളവർക്ക് ഇതുപോലുള്ള കണ്ടന്റുകൾ കിട്ടും. എനിവേസ് ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. ടിൽ ദെൻ ഇഫ്രസ് ഈസ് സൈനിങ് ഔട്ട്. ബൈ ഗൈസ്.